കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന കാര്യം ഗലാത്യ ലേഖനത്തിൻ്റെ ആരംഭമായിരുന്നു. അത് നമ്മൾ തുടങ്ങി ഗലാത്യ ലേഖനം എഴുതാനുണ്ടായ കാരണം നമ്മൾ പറയുകയുണ്ടായി. ഗലാത്യ ലേഖനം എഴുതിയത് എവിടെ വെച്ചാണ്, ഏത് കാലഘട്ടത്തിലാണ് എന്ന് പറയുകയുണ്ടായി. ഇന്ന് ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒരു ചുരുക്കം ചില കാര്യങ്ങൾ പറയാം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യ പ്രവിശ്യയിൽ പോയി ധാരാളം ആളുകളോട് സുവിശേഷം പറയുകയും അനേകരെ വിശ്വാസത്തിൽ നേടുകയും ഒക്കെ ചെയ്തു. ഗലാത്യ എന്ന് പറയുന്ന ഒരു വലിയ പ്രവിശ്യയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ആ വലിയ പ്രവിശ്യയില് പല സഭകളുണ്ട്. ഗലാത്യ സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഗലാത്യ സഭ എന്ന ഏകവചനത്തിലല്ല അതറിയപ്പെടുന്നത്, ഗലാത്യ സഭകളാണ്. പൗലോസ് അപ്പോസ്തലൻ അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് സഭകളൊക്കെ സ്ഥാപിച്ച് തിരികെ അന്ത്യോക്യയിൽ എത്തിയപ്പോഴേക്കും തന്നെ ആ പ്രദേശത്ത് നുഴഞ്ഞു വന്നതായിരിക്കുന്ന കുറെ പേർ ആ സഭയെ കലക്കി കളയാനായിട്ട് കാരണമുണ്ടായി. പൗലോസ് പറഞ്ഞായിരിക്കുന്ന സുവിശേഷത്തിന് എതിരായിരിക്കുന്ന മറ്റൊരു സുവിശേഷം അവിടെ പ്രചരിപ്പിക്കപ്പെടുകയും അതിൻ്റെ കാരണത്താൽ ഗലാത്യയിലുള്ളവർ മറഞ്ഞു പോകുവാനും തെറ്റിപ്പോകുവാനും കാരണമായി എന്ന് പൗലോസ് അന്ത്യോക്യയിൽ വന്നാറെ അറിയുകയും ചെയ്തു. അങ്ങനെ ചരിത്രകാരന്മാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ AD 49-50 കാലഘട്ടത്തിൽ തന്നെ അന്ത്യോക്യയിൽ വെച്ച് പൗലോസ് ഗലാത്യർക്ക് ഈ ലേഖനം എഴുതി എന്ന് കാണാനായിട്ട് പറ്റും. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഈ ഗലാത്യ ലേഖനം പോലെ ഇത്രമാത്രം പ്രയാസത്തോടെ അല്ലെങ്കിൽ വിഷമത്തോടെ സങ്കടത്തോടെ പൗലോസ് എഴുതിയതായിരിക്കുന്ന മറ്റൊരു ലേഖനമില്ല എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ സംബോധന, തുടക്കം 1-ാം വാക്യം സംബോധന തന്നെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് പൗലോസിന് ഇത്രമാത്രം ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പ്രയാസം അനുഭവിച്ചത്, നേരിട്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, പൗലോസ് അത്രത്തോളം കഷ്ടപ്പെട്ട് സത്യവചനത്തെ യഥാർത്ഥമാവണ്ണം പ്രസംഗിച്ചിട്ടും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ നുഴഞ്ഞു വന്നതായിരിക്കുന്ന കള്ള സഹോദരന്മാർ എന്നാണ് പറയുന്നത്. കള്ള സഹോദരന്മാർ, ഞാൻ തുടർന്ന് അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നുഴഞ്ഞു വന്നതായിരിക്കുന്ന കള്ള സഹോദരന്മാർ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന പൗലോസ് പറയുന്ന സുവിശേഷം കേട്ടിരുന്നാലൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് മണ്ടത്തരമാണ്. തന്നെയല്ല, നിങ്ങളോട് സുവിശേഷം പറഞ്ഞായിരിക്കുന്ന പൗലോസിന് അപ്പോസ്തലത്വത്തിന്റെ അധികാരം കൊടുത്താരാണ്? അതുവരെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പോസ്തലത്വത്തിന്റെ അധികാരം കൊടുത്തത് ആരാണ് ഈ പൗലോസ് അപ്പോസ്തലൻ എന്നുള്ളായിരിക്കുന്ന ചോദ്യങ്ങൾ വരെ ഉണ്ടായി. അങ്ങനെ തെറ്റായിരിക്കുന്ന ഒരു ഉപദേശത്തിന്റെ കീഴിലേക്ക് ഗലാത്യ സഭകളെ മറിച്ചു കളഞ്ഞതായിരിക്കുന്ന ദുരുപദേശകന്മാർ നുഴഞ്ഞു വരികയും അവിടെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ലേഖനം എഴുതാനായിട്ട് ആവശ്യമായത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇതിന്റെ സാധാരണ എല്ലാ ലേഖനങ്ങളും, പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ക്രിസ്തു യേശുവിന്റെ കൃപയാൽ വിളിക്കപ്പെട്ടവരായിരിക്കുന്ന കൊരിന്തിലെ വിശ്വാസികൾക്ക്, റോമിലെ വിശ്വാസികൾക്ക്, അങ്ങനെ പറഞ്ഞാണ് പലപ്പോഴും പൗലോസ് വളരെ നല്ല സംബോധനയോട് കൂടെയാണ് എല്ലാ ലേഖനങ്ങളും ആരംഭിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതുമ്പോഴാണെങ്കിലും എഫെസോസുകാർക്ക് എഴുതുമ്പോഴാണെങ്കിലും ഒക്കെ ഒരു നല്ല സംബോധന തുടങ്ങിക്കൊണ്ടാണ് ഒരു ലേഖനം ആരംഭിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗലാത്യ ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ പൗലോസ് വളരെ വേദന കൊണ്ട് അല്ലെങ്കിൽ ക്ഷുഭിതനായിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചാണ് തുടങ്ങുന്നത് എന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് AD 49 കാലഘട്ടത്തിൽ അന്ത്യോക്യയിൽ വെച്ചാണ് എഴുതിയത് എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. അപ്പൊ ഞാനിന്ന് ആ മുഖവരയിലേക്കൊന്നും കടക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതിന്റെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ട എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പൊ പൗലോസ് ആ വേദനയോട് കൂടെ എഴുതുമ്പോൾ തുടക്കത്തിലെ 1-ാം വാക്യത്തിൽ പറയുന്നത് കേട്ടോ, തൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തതായിരിക്കുന്ന നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർക്ക് മറുപടി കൊടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. താൻ അപ്പോസ്തലനായത് മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല,
അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. ഇങ്ങനെ പൗലോസ് ഒരു ലേഖനവും ആരംഭിച്ചിട്ടില്ല. നോക്കിയേ, ഒന്നാം വാക്യം നോക്കിയേ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പൊ എങ്ങനെയാണ് താൻ അപ്പോസ്തലനായത്? തന്റെ അപ്പോസ്തലത്വം എവിടെ നിന്ന് കിട്ടിയതാണ്? എന്നെ അപ്പോസ്തലനാക്കിയത് ഏതെങ്കിലും മനുഷ്യരാണോ? എനിക്ക് മുമ്പേ ഉള്ളതായിരിക്കുന്ന അപ്പോസ്തലന്മാരായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരാണോ എന്നെ അപ്പോസ്തലനാക്കിയത്? എന്റെ അപ്പോസ്തലത്വം മനുഷ്യരിൽ നിന്ന് വന്നാണെന്ന് ചോദ്യം ചെയ്തവർക്കെതിരെ മറുപടി കൊടുത്തുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. അപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങുന്നത് ഇത് തന്നെയാണ്: ഞാൻ അപ്പോസ്തലനായത് മനുഷ്യനാലുമല്ല, മനുഷ്യരിൽ നിന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനാലും യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനായിരിക്കുന്ന ദൈവത്താലും അത്രേ ഞാൻ അപ്പോസ്തലനായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ അത് തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പൗലോസിന്റെ അപ്പോസ്തലത്വത്തിന്റെ ചോദ്യം ചെയ്യൽ ഗലാത്യ സഭയിൽ മാത്രമല്ല കേട്ടോ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഗലാത്യ സഭയിൽ മാത്രമൊന്നും അല്ല അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കൊരിന്ത് സഭയിലും ഇതേ പ്രശ്നം ഉണ്ടായി. കൊരിന്ത് സഭയിൽ നമുക്കറിയാമല്ലോ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനത്തിൽ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ പറയുന്നത്, ചിലർ പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ചിലർ പറയുന്നു ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ചിലർ പറയുന്നു ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ചിലർ പറയുന്നു ഞാൻ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞ് അവിടെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായി. ആ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായവരിൽ നിന്ന് ഉണ്ടായതായിരിക്കുന്ന ഒരു ചോദ്യം ചെയ്യല് തന്നെയായിരുന്നു ഇതും. അവിടെയും ചോദ്യം ചെയ്യപ്പെട്ടു, പൗലോസ് എങ്ങനെ അപ്പോസ്തലനായി? പൗലോസിനെ ആര് അപ്പോസ്തലനാക്കി എന്ന് പറഞ്ഞാല് ഈ അവിടെ ഉള്ളതായിരിക്കുന്ന ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ ആരാണെന്ന് മനസ്സിലാകുമ്പോഴാണ് പൗലോസിന്റെ അപ്പോസ്തലത്വത്തിന് നേരെയുള്ളതായിരിക്കുന്ന ചോദ്യം ചെയ്യലിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു 3.5 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന തന്റെ ശുശ്രൂഷ ചെയ്തതായിരിക്കുന്ന കാലഘട്ടത്ത് തെരഞ്ഞെടുത്തതായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരുണ്ട്. ഒരാൾ മരിച്ചുപോയി. എന്നാൽ അതിനുശേഷം മത്യാസിനെ കർത്താവ് തന്നെ തിരഞ്ഞെടുത്ത് അപ്പോസ്തലനാക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ എല്ലാവരും പറയാറുണ്ട്, അത് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, മത്യാസിനെ തെരഞ്ഞെടുക്കണ്ടായിരുന്നു, മത്യാസ് അല്ലായിരുന്നു തെരഞ്ഞെടുക്കപ്പെടേണ്ട വ്യക്തി, പൗലോസ് ആയിരുന്നു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. വെറും മണ്ടത്തരമാണ് ആ പറയുന്നത് വെറും മണ്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് മത്യാസ് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് മത്യാസിനെ തെരഞ്ഞെടുത്തത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് നീ ആരെ തിരഞ്ഞെടുത്തു എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് അവർ ചീട്ട് മത്യാസിന്റെ പേരിൽ വീണു എന്നാണ്. യേശുക്രിസ്തു തിരഞ്ഞെടുത്ത വ്യക്തിയെ ചീട്ടിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു അപ്പോസ്തലന്മാർ ചെയ്തത് എന്ന് കാണാനായിട്ട് പറ്റും. അപ്പം ആ 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്, നമുക്കത് കാണാനായിട്ട് പറ്റും. അത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തിരഞ്ഞെടുത്തായിരിക്കുന്ന അപ്പോസ്തലന്മാരാണ്. എന്നാൽ ഈ പൗലോസിനെ ആ കാലത്തൊന്നും അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൊരിന്തിലെ വിശ്വാസികളും കൊരിന്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും അതേ ആളുകൾ തന്നെയാണ് ഗലാത്യ സഭയിലും പ്രശ്നം ഉണ്ടാക്കിയത് കേട്ടോ. കൊരിന്തിലെ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാക്കിയ കേഫാവിന്റെ പക്ഷക്കാരാണ്, യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരാണെന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന ഗലാത്യ സഭയിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ആ പ്രശ്നം ഉണ്ടാക്കിയവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അപ്പൊ അവര് ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം ചെയ്യലാണ്, ആര് കൊടുത്തു ഈ അപ്പോസ്തലത്വം? പൗലോസിന് ആര് കൊടുത്തു? പൗലോസിനെ ആര് തെരഞ്ഞെടുത്തു എന്നുള്ളതായിരിക്കുന്ന ചോദ്യം ചെയ്ത് അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഗലാത്യ ലേഖനം ആരംഭിക്കുന്നത്. എന്നെ തെരഞ്ഞെടുത്തത് മനുഷ്യനല്ല, മനുഷ്യനിൽ നിന്നും അല്ല ഞാൻ അപ്പോസ്തലനായത്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നത്രേ ഞാൻ അപ്പോസ്തലനായത് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ചോദ്യം ചെയ്തവർ ആരാണ് എന്നുള്ളത് ആദ്യം ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താം. ഗലാത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളില് ഈ ചോദ്യം ചെയ്തവർ ആരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗലാത്യ ലേഖനം തന്നെ എന്റെ 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല.
അപ്പൊ ആരാണ് ഈ വേറൊരു സുവിശേഷം ഗലാത്യ സഭയിലും കൊരിന്ത്യ സഭയിലും ഒക്കെ പ്രചരിപ്പിച്ചത്? വേറൊരു യേശുവിനെ പ്രസംഗിച്ചത് ആരാണ്? വേറൊരു യേശുവിനെ പ്രസംഗിച്ചു എന്ന് തന്നെയാണ് 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിൽ പറയുന്നത്. ആരാണ് വേറൊരു സുവിശേഷം പ്രചരിപ്പിച്ച? ആരാണ് വേറൊരു യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചത്? നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ. എന്തുകൊണ്ടാ പൗലോസ് അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ അവരെ വേറെ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് വിളിച്ചുകൂടായിരുന്നോ? കുറച്ചും കൂടെ ദേഷ്യ സ്വഭാവത്തില് പിന്നെ കള്ളന്മാരെന്നോ ചതിയന്മാരെന്നോ വഞ്ചകന്മാരെന്നോ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൂടായിരുന്നോ? അങ്ങനെയുള്ള വാക്കുകളല്ല ഉപയോഗിച്ചേ. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമത്രേ നിമിത്തമത്രേ അങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നത്. അപ്പൊ ഈ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം എന്താന്ന് വെച്ചാൽ ഈ വന്നവർ എവിടെയെന്നുള്ളവരാണെന്നറിയാവോ? യേശു ക്രിസ്തുവിനെ അറിയുന്നവരാണ് ഈ വന്നത്. യേശു ക്രിസ്തുവിനെ അറിയുന്നവർ എവിടെയാ ഉള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. യേശു ക്രിസ്തുവിനെ ആ കാലത്ത് അറിയുന്നവർ ആരാണുള്ളത്? ഞാനിത് പറയുമ്പോൾ സാധാരണ പല സഭകളിലും ഞാൻ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, അന്ന് ഇന്നത്തെ പോലെ ആയിരക്കണക്കിന് സഭകളുണ്ടോ? ഇന്നത്തെ മാതിരി അനേകം ഡിനോമിനേഷൻ ഉണ്ടോ? ഇന്ന് 10-45,000 ഡിനോമിനേഷൻ ഉണ്ട് യേശു ക്രിസ്തുവിന്റെ പേരിൽ തന്നെ. അന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? AD 50 കാലഘട്ടമാണെന്ന് ഓർക്കണേ. ആ സമയത്ത് അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഈ യേശുവിനെ അറിയാവുന്നവർ പിന്നെ ആരാ ഉള്ളത്? അപ്പൊ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നിയേക്കാം, അത് യെരുശലേമിലുള്ളതായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത യഹൂദന്മാരായിരിക്കുമെന്ന്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത യഹൂദന്മാരായിരിക്കുന്നവർക്ക് ഈ പറയുന്ന പൗലോസ് സുവിശേഷം പറയുന്ന സഭകളിൽ വന്ന് തെറ്റായ ഉപദേശം പഠിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന പോലുമില്ല. അവരങ്ങനെ ഒരു മശിയായിട്ട് കാണുന്ന പോലുമില്ല. ഏതാ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാരെ അങ്ങനെ കാണുന്ന പോലുമില്ല. പിന്നെ അവർക്ക് വന്നിട്ട് ഗലാത്യ സഭയിലും കൊരിന്ത് സഭയിലും വന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അവരല്ല ചെയ്തത്. പിന്നെ ആരാ ഇത് ചെയ്തത്? ഈ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ എന്ന് അവരെ വിളിക്കാൻ കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്കറിയാം, യെരുശലേമിലെ സഭയിൽ 12 അപ്പോസ്തലന്മാരുടെ കീഴിൽ ഉള്ളവരായിരിക്കുന്ന യഹൂദന്മാരാണ്. യെരുശലേമിലെ സഭ യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുന്നവരാണ്, അവരുടെ രാജാവായിട്ട് അംഗീകരിക്കുന്നവരാണ്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ഉപദേശം എന്താ? അവർ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും എന്താ? അവരാചരിക്കുന്നത് എന്താ? അവര് ന്യായപ്രമാണമാണ് ഫോളോ ചെയ്യുന്നത്. അവരെല്ലാം യെരുശലേമിലെ സഭയിലുള്ളവരെല്ലാവരും ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നവരാണ്. ഞാൻ കഴിഞ്ഞ നാളിൽ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് അത് അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോസ്തലപ്രവൃത്തി 21 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പൗലോസിനോട് യെരുശലേമിലെ സഭയിലുള്ളായിരിക്കുന്ന മൂപ്പന്മാര് പറയുന്ന വാക്ക് നിങ്ങൾക്ക് അറിയാമോ? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പൗലോസെ, സഹോദര, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, എന്നാലും യെരുശലേമിലെ സഭയിൽ വിശ്വസിക്കുന്നവരായിരിക്കുന്നവർ എത്ര ആയിരമുണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. നീ നമ്മുടെ മര്യാദ പ്രകാരം നമ്മുടെ മക്കളെ പരിച്ഛേദന കഴിക്കരുത് എന്ന് ജാതികളുടെ സകല സഭകളിലും പറയുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നതുകൊണ്ട് എന്താ ഒന്ന് ചെയ്യേണ്ടത് എന്നാ ചോദിക്കുന്നത്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞതെന്നറിയാമോ? ഈ യെരുശലേമിലെ സഭ എന്ന് പറഞ്ഞാൽ കിങ്ഡം ഗോസ്പലിന്റെ കീഴിലുള്ളായിരിക്കുന്ന സഭയാണ്. അവരെ കർത്താവായി യേശു ക്രിസ്തു ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം, കർത്താവായി യേശു ക്രിസ്തു 3.5 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞതായിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിക്കാനുള്ളതായിരിക്കുന്ന സഭയാണ് അവര് പ്രചരിപ്പിക്കേണ്ടായിരിക്കുന്ന സുവിശേഷം പൗലോസ് പറയുന്ന പോലെ കൃപയുടെ സുവിശേഷമല്ല, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന സുവിശേഷമല്ല. രാജ്യം സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹൂദന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജ്യം സമാഗതമായിരിക്കുന്നു, നാം അതിലേക്ക് കടക്കാനായിട്ട് പോകുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്ന നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. എന്നാൽ ദൈവത്തിന്റെ സമൂഹത്ത് നിന്ന് സമാധാന കാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിച്ചവനെ വീണ്ടും അയച്ചു തരികയും ചെയ്യും എന്നുള്ളതാണ് അവരുടെ സന്ദേശം. അവർക്ക് പ്രസംഗിക്കാനുള്ളത് ദൈവരാജ്യം സമീപിച്ചു എന്നുള്ളായിരിക്കുന്ന സുവിശേഷമാണ്. ഈ ഗലാത്യ ലേഖനം തുടർന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. രണ്ടും രണ്ട് സുവിശേഷമാണ് എന്ന് ഞാൻ 2-ാം അധ്യായത്തിൽ നിന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് തെളിച്ചു തരാം. ഇന്ന് ഞാൻ ഇതിന്റെ 1-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങളിലാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പെട്ടെന്ന് പോകാത്തത്. അതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ട് പഠിക്കാം. അപ്പൊ യെരുശലേമിലെ സഭ എന്തായിരുന്നു ഫോളോ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ന്യായപ്രമാണമാണ് ഫോളോ ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, 3-ാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കും 9-ാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കും ഒക്കെ ഈ പറയുന്നതായിരിക്കുന്ന യെരുശലേമിലെ സഭയിലുള്ളവർ എങ്ങോട്ടാ പോകുന്നത്?
യെരുശലേം ദേവാലയത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ യാഗ പ്രാർത്ഥനകൾക്കും യാഗ ശുശ്രൂഷകൾക്കും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്കും യെരുശലേമിലെ സഭയിലുള്ളവരെല്ലാം ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അത് അവരെ ഏൽപ്പിച്ച ദൗത്യം അതായിരുന്നു. അവര് തെറ്റിപ്പോയതൊന്നും അല്ല. ആ 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത ദൗത്യം വേറെയാണ്. അത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് യഹൂദര് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന 1000 ആണ്ട് വാഴ്ച എന്ന രാജ്യമാണ്. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാണ്. അപ്പൊ അവിടെ നിന്നുള്ളവരാണ് ഈ ഗലാത്യ സഭയിലും കൊരിന്ത് സഭയിലും നുഴഞ്ഞു വന്ന് പൗലോസ് പറഞ്ഞതായിരിക്കുന്ന സുവിശേഷത്തിന് എതിരായിരിക്കുന്ന സുവിശേഷം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. അത് വേറൊരു സുവിശേഷം എന്ന് പൗലോസ് അതുകൊണ്ടാണ് അത്ര കർക്കശമായിട്ട് അവരെ ശാസിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ വന്ന് പറഞ്ഞവരാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെരുശലേമിലെ സഭയിൽ നിന്നുള്ളവരായിരിക്കുന്നവരാണ് അവിടെ വന്ന് അത് പറഞ്ഞത് എന്ന് കാണാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 23, 24 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കാരണം ഈ ഗലാത്യ സഭയിൽ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് വിശ്വാസികളെ ഇങ്ങനെ തെറ്റിച്ച് കളയുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഒന്നാം യെരുശലേം കൗൺസിൽ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ യെരുശലേം കൗൺസില് യെരുശലേമിൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം ഉണ്ടായത് ആരംഭിക്കുന്നതല്ല. യെരുശലേമിൽ ഒന്നാമത്തെ കൗൺസില് ചേരാൻ കാരണമായി തീർന്നത് ഈ പറയുന്നതായിരിക്കുന്ന പൗലോസും അതുപോലെ തന്നെ ബർന്നബാസും പിന്നെ തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് ആളുകൾ വന്ന് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ സുവിശേഷം പറയുന്ന സ്ഥലങ്ങളിൽ വന്ന് കലക്കമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാം ജെറുസലേം കൗൺസിൽ ചേരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യമാണ് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ 15-ാം അധ്യായത്തിലെ വാക്യങ്ങളൊന്നും അധികം വായിക്കുന്നില്ല. എന്നാൽ ആ കൗൺസിലിൽ ഒരു തീരുമാനമെടുത്തു. തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ട് പൗലോസും ബർന്നബാസും സുവിശേഷം പറയുന്നതായിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് യെരുശലേമിലെ സഭയിൽ സഭയിലുള്ളവരായിരിക്കുന്നവർ ഇനി അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കുകയോ അവരെ മറിച്ചു കളയുകയോ കലക്കി കളയുകയോ ചെയ്യരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു തീരുമാനം യെരുശലേം കൗൺസിൽ എടുക്കുകയും അത് എഴുതി രേഖയാക്കിക്കൊണ്ട് അത് ജാതീയ സഭകളിലെല്ലാം വായിക്കാൻ തക്കവണ്ണം അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് എഴുതുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസും യെരുശലേമിലെ സഭയിലെ മൂപ്പനായിരിക്കുന്ന യാക്കോബും അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഗലാത്യ സഭയിൽ ഈ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാർ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 23, 24 വാക്യമാണ്. അവരിങ്ങനെ പറയാണ്, അവരുടെ കൈവശം എഴുതി അയച്ച എന്തെന്നാൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കിയയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. കണ്ടോ? അപ്പൊ ആരാണ് ഈ ഗലാത്യ സഭയിലെ ഈ വേറൊരു സുവിശേഷം പ്രചരിപ്പിച്ചവര്? ഈ വേറൊരു യേശുവിനെ പ്രസംഗിച്ചവർ ആരാണ്? യെരുശലേമിലെ സഭയിൽ നിന്ന് വന്നവരാണ്. അവിടെ എത്ര വ്യക്തമായിട്ട് പറയുന്നത്, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ. ആര് കൽപ്പന കൊടുക്കാതെ? 12 അപ്പോസ്തലന്മാരും യെരുശലേം സഭയിലെ മൂപ്പന്മാരും കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായിരിക്കുന്ന ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഞങ്ങൾ എഴുതി അയച്ച സംഗതി തന്നെ അവർ വാമൊഴിയായി നിങ്ങളോട് പറയും. അതുകൊണ്ട് നിങ്ങൾ ആരും ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് പോകട്ടെ. ഇതാണ് അവിടുത്തെ സന്ദേശം. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ ഈ ഗലാത്യ സഭയിൽ വന്ന് പ്രശ്നമുണ്ടാക്കി കലക്കമുണ്ടാക്കിയതായിരിക്കുന്നവർ ആരാണെന്ന്? ഇത് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തോട് പറഞ്ഞാൽ ക്രിസ്തീയ ലോകം അംഗീകരിക്കുമോ? കാരണം എന്താ? അവരംഗീകരിക്കില്ല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്രിസ്തീയ ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് എന്താ അറിയാവോ? യെരുശലേമിലെ സഭയും പൗലോസ് സ്ഥാപിച്ചായിരിക്കുന്ന സഭകളും എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാത്തിന്റെ ഉപദേശം ഒന്ന് തന്നെയാണ്.
അതുകൊണ്ട് 12 അപ്പോസ്തലന്മാരും നമ്മുടെ അപ്പോസ്തലന്മാരാണ്, പൗലോസും നമ്മുടെ അപ്പോസ്തലനാണ്, 12 അപ്പോസ്തലന്മാരുടെ ഉപദേശവും നമ്മുടെ ഉപദേശമാണ്, പൗലോസിന്റെ ഉപദേശവും നമ്മുടെ ഉപദേശമാണ് എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യന്തമാണ് ഇന്ന് ലോകത്തിലുള്ളത്. അപ്പോൾ അവര് സമ്മതിക്കുമോ? യെരുശലേമിലെ സഭയിലെ വിശ്വാസികൾ വന്നിട്ടാണ് ഗലാത്യ സഭയിലും കൊരിന്ത്യ സഭയിലും പ്രശ്നമുണ്ടാക്കിയതെന്നും വേറൊരു സുവിശേഷം പറഞ്ഞത്, വേറൊരു യേശുവിനെ പ്രസംഗിച്ചത്, അതിനെതിരെയാണ് പൗലോസ് ഇത്ര കർക്കശമായിരിക്കുന്ന നടപടി സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്രിസ്ത്യന്തം സമ്മതിക്കുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. കാരണം ഈ ദൈവത്തിന്റെ രണ്ട് പ്രോഗ്രാം രണ്ടായി തരംതിരിച്ച് പഠിക്കാനോ അതിന് മനസ്സിലാക്കിയെടുക്കാനോ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഇവരുടെ ഒരു ചോദ്യം ചെയ്യൽ എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരു കാര്യം ഇവര് പറയുന്നത്, ഈ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ, യെരുശലേം സഭയിൽ നിന്ന് വന്നായിരിക്കുന്ന സഹോദരന്മാര്, യഹൂദന്മാരായിരിക്കുന്ന സഹോദരന്മാര് പറയുന്നത് എന്താ അറിയാമോ? നിങ്ങൾ പൗലോസ് പറയുന്നത് മാതിരി യേശു കർത്താവിനെ വിശ്വസിച്ച മാത്രം പോരാ, ആ കാൽവരി കുരിശിലെ യാഗമരണം മാത്രം വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനൊന്നും പറ്റുകയില്ല. നിങ്ങള് മോശ കൽപ്പിച്ചതായിരിക്കുന്ന ന്യായപ്രമാണം ആചരിക്കണം. ആ ന്യായപ്രമാണം ആചരിക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ എന്നൊരു കാര്യം പറയും. രണ്ടാമതൊരു കാര്യം പറഞ്ഞത്, നിങ്ങളോട് ഈ വന്ന് സുവിശേഷം പറഞ്ഞായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന ഈ പറയുന്നായിരിക്കുന്ന പൗലോസിനെ ആരപ്പോസ്തലനാക്കിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ആരാ ഈ പൗലോസിനെ അപ്പോസ്തലനാക്കിയത്? കർത്താവായി യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പൗലോസിനെ കണ്ടിട്ടുണ്ടോ? പൗലോസുമായിട്ട് കൂട്ടിമുട്ടിയിട്ടുണ്ടോ? പൗലോസിനെ അപ്പോസ്തലത്വത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടോ? പിന്നെ ഈ പറയുന്ന വ്യക്തി പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ മണ്ടന്മാരല്ലേ? അപ്പൊ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെയും ചോദ്യം ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിനെക്കുറിച്ചാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തില് വളരെ വ്യക്തമായിട്ട് പൗലോസ് മറുപടി കൊടുക്കുന്നത് കാണാനായിട്ട് പറ്റും. 2 കൊരിന്ത്യ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 2-ാം ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിലെ ഒരു വാക്യത്തിലേക്ക് ഞാൻ വരട്ടെ. നിങ്ങൾ ഈ വിഷയം തുടർച്ചയായിട്ട് കേട്ടാൽ ഗലാത്യ ലേഖനവും കൊരിന്ത്യ ലേഖനവും ഒക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിലെ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കും. അല്ലെങ്കിൽ നമ്മളും ലോകത്തിലുള്ള മറ്റുള്ളവരെ പോലെ എല്ലാം നമ്മുടേത്, എല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അന്ധമായി എന്തൊക്കെയോ വിശ്വസിക്കുന്നവരായി തീരും. അതുകൊണ്ടാണ് ഞാനിത് ശ്രദ്ധയോടെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പൊ ഈ പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്വത്തെ എപ്പോഴും ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഞാൻ തെളിയിച്ചു തരാം. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2 മുതലുള്ളായിരിക്കുന്ന ചില വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 11-ാം അധ്യായം 2 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ആരുടെങ്കിലുമൊക്കെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തു വെച്ച് നോക്കി പഠിക്കുകയാണെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും. കാരണം ഇവിടെ ഒന്നും അധികം നേരം നിൽക്കാൻ ഞാൻ സമയം ചെലവഴിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാനത് വായിക്കാം, ആ വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോട് പറയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ വാക്യം തന്നെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് സഭ മണവാട്ടി എന്ന് പറയാൻ. ഇവിടെ അതൊന്നും അല്ല പറയുന്നത്. ഇവിടെ ക്രിസ്തു എന്ന ഏക പുരുഷന് ഒരു കന്യകയെ വിവാഹം ചെയ്തു കൊടുത്താൽ അവൾ എങ്ങനെ തന്റെ വിവാഹത്തിനായി നിശ്ചയിക്കപ്പെട്ട പുരുഷനോട് വിശ്വസ്തയോടെ ജീവിക്കണം. ആ വിശ്വസ്തതയിൽ നിങ്ങൾ ജീവിക്കാതെ നിങ്ങൾ വഴിവിട്ടു പോയി എന്നുള്ള കാര്യം പറയുന്ന ഒരു ഉദാഹരണം. അല്ലാതെ സഭ മണവാട്ടിയാണെന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അപ്പൊ ഇവിടെ പറയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ള നിർമ്മലത വിട്ട് വഷളായി പോകും. എങ്ങനെ വഷളായി പോകുമെന്ന്? അവരെങ്ങനെ വഷളായി പോകുന്നത്? പാപം ചെയ്ത് വീണു പോകുമോ എന്നല്ല ഈ പറയുന്നത്. ഈ പറയുന്ന യെരുശലേമിൽ നിന്ന് വന്ന് തെറ്റായ ന്യായപ്രമാണ ഉപദേശം പഠിപ്പിച്ചവരുടെ ഉപദേശത്തിന്റെ കീഴിൽ വീണ് നിങ്ങൾ വഷളായി പോകുമോ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് മറിഞ്ഞു വീഴുമോ? നിങ്ങൾ അങ്ങനെ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയണം 4-ാം വാക്യം നോക്കിയേ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ
നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. എന്തോ ഒരു അത്ഭുതമായ വാക്ക പറയുന്നു നോക്കിയേ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുക. അതേതേ മറ്റൊരു യേശു. ഇപ്പൊ നിങ്ങളോട് ഞാനത് പറയാ, യെരുശലേമിലെ സഭ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന അവര് അംഗീകരിച്ചിരിക്കുന്ന യേശു പൗലോസിന്റെ ഭാഷയിൽ മറ്റൊരു യേശു ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ പറയും ഇയാൾക്ക് എന്തോ ഭ്രാന്തോട്ടെന്ന് പറയും, അല്ലെ? എന്നാൽ സത്യം അതാ. എന്താ കാരണം എന്നറിയാമോ? യെരുശലേമിലെ സഭയുടെ ഉപദേശം അല്ലെന്നേ പൗലോസിന്റെ സഭയുടെ ഉപദേശങ്ങള്. പൗലോസ് പഠിച്ചതും പൗലോസ് പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഉപദേശം അതല്ല. യെരുശലേമിലെ സഭയിലെ യേശുവും ഇവിടുത്തെ യേശുവും സംഗതി ഒന്ന് തന്നെയാ. പക്ഷെ അത് ന്യായപ്രമാണത്തിലെ ക്രിസ്തുവാ. അത് ന്യായപ്രമാണം ആചരിക്കാൻ യെരുശലേം സഭയെ നിയോഗിച്ച് അയച്ചിരിക്കുന്നതാണ്. 12 അപ്പോസ്തലന്മാരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നതാണ്. ആ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് കൃപയുടെ സുവിശേഷത്തിൽ കൊണ്ടുവന്ന് ചേർത്താൽ അത് വേറൊരു യേശു ആകും. അത് ഇവിടെ അംഗീകരിക്കാനായിട്ട് പറ്റുകയില്ല. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അത് വേറൊരു സുവിശേഷമാണ്. യെരുശലേമിലെ സഭയുടെ സുവിശേഷം ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നതോട് കൂടെ യേശു കർത്താവിനെ അവർ കാലങ്ങളായി കാത്തിരുന്ന മശിഹ ആയി കാണുക, അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. അതുകൊണ്ടാണ് അത് വേറൊരു സുവിശേഷമായി മാറുന്നത്, അത് വേറൊരു യേശുവായി മാറുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അവർ പറയാണ്, ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. കണ്ടോ? അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ യെരുശലേമിലെ സഭ മൊത്തം ചോദ്യം ചെയ്യുക. എപ്പോഴും അവരെവിടെ വന്ന് കലക്കം ഉണ്ടാക്കിയാലും ചോദ്യം ചെയ്യണം. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എന്ന് പൗലോസ് അവിടെ എടുത്തു പറയാൻ കാരണം മറ്റ് 12 അപ്പോസ്തലന്മാരെക്കാൾ എനിക്ക് ഒരു കുറവുമില്ല. അവരെ തെരഞ്ഞെടുത്തവനായിരിക്കുന്ന അതേ യേശു കർത്താവ് തന്നെയാണ് എന്നെയും അപ്പോസ്തലനായി തെരഞ്ഞെടുത്തത്. ഞാനും ആ യേശു കർത്താവിന്റെ ശിഷ്യത്വത്താൽ അപ്പോസ്തലനായവനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം ആവർത്തിച്ച് പറയുന്നതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 12 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ ഇത് വീണ്ടും പറയുന്നുണ്ട്. നോക്കിയേ, അവിടെ വായിക്കുന്നത് 2 കൊരിന്ത്യർ 12 അധ്യായം അതിന്റെ 11 വാക്യം. ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടതായിരുന്നു എന്ന്. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. നോക്കിയേ, പൗലോസ് എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ആവർത്തിച്ച് ഉറപ്പിക്കേണ്ടി വരുന്നത്? നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരാ പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്തുകൊണ്ട്. അപ്പോസ്തലത്തെ മാത്രമേ ചോദ്യം ചെയ്തുള്ളെങ്കിൽ പൗലോസ് പിന്നെ സഹിക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. പൗലോസ് പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തെ ഇവരെ കൂട്ടിക്കളഞ്ഞു, മറിച്ചു കളഞ്ഞു. ന്യായപ്രമാണം ഇടയിൽ ചേർക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ് ഗലാത്യ ലേഖനം എഴുതുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 1 അധ്യായത്തിലെ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് ഗലാത്യ ലേഖനം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. എന്താണ് ഞാൻ ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഗലാത്യ ലേഖനത്തിന്റെ 1 അധ്യായം 6 വാക്യത്തിലേക്ക് വരികയാണ്. എന്താണ് ഗലാത്യരെ കലക്കിക്കളഞ്ഞ വേറൊരു സുവിശേഷം? അത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഗ്രഹിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അവരെ കലക്കിക്കളഞ്ഞായിരിക്കുന്ന ആ സുവിശേഷം, ആ വേറൊരു സുവിശേഷം എന്താണ്? നമുക്കതിനായിട്ട് 6 വാക്യം മുതൽ, അതായത് ഗലാത്യ ലേഖനം 1 അധ്യായം അതിന്റെ 6 വാക്യം മുതൽ 10 വാക്യം വരെ ഞാനൊന്ന് വായിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീണ്ടും പറയട്ടെ, ബൈബിൾ ഉള്ളവരെടുക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് മാത്രം കേട്ടിരിക്കല്ലേ, നിങ്ങൾ ബൈബിൾ തുറന്നു വയ്ക്ക്. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന വചനം പഠിക്കുകയാണ്. അപ്പൊ ഞാൻ വായിക്കാം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. കണ്ടോ, അത് വേറൊരു സുവിശേഷമാണ്. ഇത്ര വേഗത്തിൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു.
അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അതൊരു സുവിശേഷമേ അല്ലെന്ന് പറയുന്നത്. ഏതാ? കൃപയുടെ സുവിശേഷത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു സുവിശേഷം അല്ല യെരുശലേം സഭയിലെ സുവിശേഷം. 12 അപ്പോസ്തലന്മാരുടെ സുവിശേഷം ഈ സഭയിൽ കൊണ്ടുവന്ന് എങ്ങനെയും കുത്തിത്തിരികെ കയറ്റി ഒപ്പിച്ചു വെക്കാൻ പറ്റുന്നതായിരിക്കുന്ന വേറൊരു സുവിശേഷം അല്ലെന്ന പൗലോസ് പറയുന്നത്. അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പൗലോസിന് എന്തൊരു ഉറപ്പാ, എന്തൊരു നിശ്ചയ, എന്തൊരു ഗ്യാരണ്ടിയാണ് താൻ പറയുന്ന സുവിശേഷത്തെ കുറിച്ച്. ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന സുവിശേഷം, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതായിരിക്കുന്ന സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നാളെ ഒരു ദിവസം ഞങ്ങൾ തന്നെ തിരിച്ചു വന്നിട്ട് ഞങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ആ കാര്യമൊക്കെ തെറ്റായിരുന്നു കേട്ടോ, അങ്ങനെയല്ലായിരുന്നു കേട്ടോ അത്. ഇപ്പൊ ഈ കാലത്തൊക്കെ പലരും ബൈബിള് പഠിപ്പിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകുമ്പോൾ പറയാറില്ലേ, ഞാൻ പണ്ട് അങ്ങനെ പഠിപ്പിച്ചായിരുന്നെങ്കിലും അത് അങ്ങനെയല്ല കേട്ടോ, അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയാണ്, എനിക്ക് ഇപ്പോഴത് മനസ്സിലായതൊക്കെ തിരുത്തി പറയാറില്ലേ. നമുക്ക് അങ്ങനെ ചെയ്യാം, പൗലോസിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പൗലോസ് എഴുതുന്ന തിരുവെഴുത്ത ദൈവ ആത്മാവിന്റെ ശബ്ദമാണ്, അപ്പൊ തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് പൗലോസ് ഉറപ്പിച്ച് പറയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതെന്താ അങ്ങനെ പറഞ്ഞ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ എന്ന്? എന്റെ പ്രിയമുള്ളവരെ, ആ കാലഘട്ടങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ അയച്ച് സന്ദേശങ്ങൾ കൊടുക്കുക ദൈവത്തിന്റെ ഒരു രീതിയായിരുന്നു. നമുക്കറിയാമല്ലോ, എലിസബത്തിന്റെ അടുക്കൽ വന്നത് ദൈവദൂതനല്ലേ? ഗർഭം ധരിച്ച ഒരു മാനെ പ്രസവിക്കുമെന്ന് എലിസബത്തിനോട് പറഞ്ഞത് ദൈവദൂതനല്ലേ? മറിയുടെ അടുക്കൽ വന്നത് ഒരു ദൈവദൂതനല്ലേ? മറിയുടെ അടുക്കൽ വന്നത് ദൈവദൂതനല്ലേ വന്ന് പറഞ്ഞത്, നീ ഗർഭം ധരിച്ചൊരു മാനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ ദൂതനല്ലേ? അതുപോലെ തന്നെ കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പം നമുക്കറിയാൻ പാടില്ലേ, വെളിമ്പ്രദേശത്ത് കാവൽ ചെയ്തുകൊണ്ടിരുന്ന ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ടിരുന്ന ഇടയന്മാരോട് സുവിശേഷം പറഞ്ഞാരാ? ഇടയന്മാരോട് സുവിശേഷം പറഞ്ഞത് ദൂതന്മാരല്ലേ? അപ്പൊ ആ കാലഘട്ടത്ത് ദൂതന്മാര് സുവിശേഷം പറയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അയ്യോ, അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ആരെയാ ഇത് പറയുന്നത്? ഇത് ആരെയായി പറയുന്നത്? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ആരാ? പൗലോസിന്റെ സുവിശേഷ വിശ്വാസ സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന് യെരുശലേമിലെ വിശ്വാസികൾ സുവിശേഷം പറഞ്ഞാൽ, അങ്ങനെ പറയുന്നവൻ, അല്ലെങ്കിൽ യെരുശലേമിലെ സഭയിൽ നിന്ന് നുഴഞ്ഞു വന്നവര് ദുരുപദേശം പ്രചരിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാന്ന് ഒരു മടിയും കൂടാതെ പറഞ്ഞു. അവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാ പറയുന്നത്, ശപിക്കപ്പെട്ടവൻ. പിന്നെയും പറയാണ് 9-ാം വാക്യം നോക്കിയേ, ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. വല്ല മാറ്റം ഉണ്ടോ നോക്കിയേ, അവൻ ശപിക്കപ്പെട്ടവൻ. ഇതേ ഞാൻ സാധാരണ പറയുന്ന പോലെ പറയട്ടെ, ഇതേ ഇന്നത്തെ മാതിരി അനേക ഡിനോമിനേഷനിൽ നിന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചതല്ല. അന്ന് ആകെ 2 ഡിനോമിനേഷനേ ഉള്ളൂ, ഒന്ന് യെരുശലേമിലെ സഭയും ഒന്ന് പൗലോസിന്റെ സുവിശേഷവും. അപ്പൊ പൗലോസിന്റെ സുവിശേഷകരുടെ ഇടയിൽ വന്ന് പറയുന്നത് യെരുശലേമിലെ സഭയാണ്, സഭയിലുള്ളായിരിക്കുന്ന ആൾക്കാരാ. അവരെ കുറിച്ചാണ് ഈ പൗലോസ് പറയുന്നത് അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്. 10-ാം വാക്യം കൂടി നോക്കിയേ, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ന്യായപ്രമാണം ആചരിച്ച് പോകുന്നവനാണെങ്കിൽ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാ, യഹൂദന്മാരെ പ്രസാദിപ്പിക്കുന്നവനാ. യഹൂദന്മാർക്ക് എന്നോട് ഒരു കലിപ്പും ഉണ്ടാകില്ല. ഞാൻ ഇന്ന് ന്യായപ്രമാണമാണ് ഫോളോ ചെയ്യുന്നതെങ്കിലേ യാതൊരു പ്രശ്നവും എനിക്ക് ഉണ്ടാകുകയില്ല. എനിക്ക് അതിന്റെ അങ്ങനെ യാതൊരു വിഷമവും എനിക്ക് നേരിടേണ്ടതായിട്ട് വരികയുമില്ല. എന്നാല്
എന്നാൽ ഞാൻ ഇന്ന് മനുഷ്യരെ അല്ല പ്രസാദിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പ്രസാദിപ്പിക്കുന്നത്. യേശു ക്രിസ്തു എനിക്ക് തന്ന സുവിശേഷമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അത് താഴേക്ക് കൂടുതൽ ശക്തമായിട്ട് പറയുന്നുണ്ട്, അത് ഞാൻ വീണ്ടും പറയാം. അപ്പൊ നമ്മളിവിടെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. അതിനെക്കുറിച്ച് ഞാനൊരു കുറച്ചുകൂടെ ഒരു വിശദീകരണം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ എന്ത് പിന്നെ പൗലോസ് പറഞ്ഞ ശരിയായിരിക്കുന്ന സുവിശേഷം എന്താണെന്ന് മനസ്സിലായാലല്ലേ ഗലാത്യ സഭയെ മറിച്ചു കളഞ്ഞ വേറൊരു സുവിശേഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആദ്യം പൗലോസ് പറഞ്ഞ ശരിയായ സുവിശേഷം പൗലോസ് ഇത്ര ഉറപ്പിച്ച് പറയുന്നില്ലേ, ഇത്ര ശക്തമായി പറയുന്നില്ലേ? ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായി പറയുന്ന ശപിക്കപ്പെട്ടവെന്ന്. ആ സുവിശേഷം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഈ പറയുന്നതായിരിക്കുന്ന ഗലാത്യ സഭയിൽ പറഞ്ഞ വേറൊരു സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ സുവിശേഷം എന്താണെന്ന് ഞാൻ നിങ്ങളെ തെളിയിച്ചു തരാം. ഇതേ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വന്നേ. നിങ്ങളുടെ ബൈബിളുള്ളവരൊന്ന് എടുത്ത് നോക്കിയേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കിയേ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇവിടെ എന്താ പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താന്ന് പറയുന്നത്? ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന യേശു ക്രിസ്തു. പൗലോസ് ഗലാത്യരുടെ മുമ്പിൽ ഒരു ചിത്രം വരച്ചു കൊടുത്തു, രക്ഷപ്പെടാനുള്ളായിരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൽ എന്താ ഉള്ളതെന്ന് അറിയാവോ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. പൗലോസ് പറയാണ്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, മന്ദബുദ്ധികളെ, മരമണ്ടന്മാരെ, അങ്ങനെ വിളിക്കുന്നല്ലേ, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ മന്ത്രവാദം ചെയ്ത് മയക്കുന്ന ആരെന്ന് വെക്കണം, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? അപ്പൊ പൗലോസ് എന്ത് സുവിശേഷം പറയുന്നത്? പൗലോസ് പറയുന്ന സുവിശേഷം എന്താണെന്ന് മനസ്സിലായാലല്ലേ ഇവിടെ വേറൊരു സുവിശേഷം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പൗലോസ് പറയുന്ന സുവിശേഷം കാൽവരി കുരിശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന സുവിശേഷമാണ്. ആ സുവിശേഷം അല്ലാതെ പൗലോസ് മറ്റൊന്നും പറയുന്നില്ല. അപ്പൊ 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാം അധ്യായത്തില്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 15-ാം അധ്യായത്തിൽ പൗലോസ് ആ സുവിശേഷത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ ആ വേദവാക്യം ഒന്ന് വായിക്കാം. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാ? എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം, ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്ന സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. എങ്ങനെ 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 സുവിശേഷിച്ചിരിക്കുന്നു എന്ന്, എന്ത് ഓർമ്മിപ്പിക്കുന്നു എന്ന്? അടുത്ത വാക്യം, ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് പൗലോസിന്റെ സുവിശേഷം. പൗലോസിന്റെ സുവിശേഷം എന്താന്ന് മനസ്സിലായാലല്ലേ നമുക്ക് എന്താ പറയുന്നത്, അവിടെ തെറ്റായ സുവിശേഷം, വേറൊരു സുവിശേഷം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ പൗലോസ് പറയുന്ന സുവിശേഷം കാൽവരി കുരിശിൽ പരമയാഗം നടന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയുള്ള രക്ഷ. അതിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രവൃത്തിയും കൂടാതെ, യാതൊരു പ്രവൃത്തിയും കൂടാതെ, യാതൊന്നും എന്ന് പറഞ്ഞാൽ യാതൊന്നും ചെയ്യാതെ പരിപൂർണ സൗജന്യമായി കിട്ടുന്നതായിരിക്കുന്ന ആ രക്ഷയുടെ സുവിശേഷം, കാൽവരി കുരിശിലെ യാഗമാണ് പൗലോസിന്റെ പ്രസംഗം എന്നുള്ളത് കാണാനായിട്ട് നമുക്ക് പറ്റും. അതാണ് പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷം. ആ സുവിശേഷത്തെയാണ് ഈ യെരുശലേമിലെ സഭയിൽ നിന്ന് വന്നവർ മറിച്ചു കളഞ്ഞത്. 1 കൊരിന്ത്യർ ലേഖനം തന്നെ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 22 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കേ. 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വേറെ ഒന്നും പൗലോസിന്റെ സുവിശേഷമേ അല്ല.
ന്യായപ്രമാണത്തിലെ സുവിശേഷം, ന്യായപ്രമാണത്തിലെ ക്രിസ്തു പൗലോസിന്റെ സുവിശേഷമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ പല സഭകളിൽ പോകുന്നവരായിരിക്കാം. നിങ്ങളൊക്കെ ഇന്ന് സഭകളിൽ ഞായറാഴ്ചകളിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ കേൾക്കുന്നതായിരിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാ? കർത്താവായി യേശു ക്രിസ്തു എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു, എന്തെല്ലാം അടയാളങ്ങൾ ചെയ്തു, എന്തെല്ലാം വീര്യപ്രവൃത്തികൾ ചെയ്തു, കർത്താവായി യേശു ക്രിസ്തു 3.5 കൊല്ലം എന്തെല്ലാം പഠിപ്പിച്ചു, ഇതല്ലേ നിങ്ങൾ കേൾക്കുന്നത്? അല്ലേ? അതൊക്കെ ഘോരം പ്രസംഗിക്കുകയല്ലേ? അത് കേൾക്കാനല്ലേ നിങ്ങൾ പോയിരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞെന്തറിയാവോ? ഞങ്ങൾ ആ ക്രിസ്തുവിനെ അറിയുന്നില്ല എന്ന്. ഞങ്ങൾ ജഡപ്രകാരം ഇനി ആരെയും അറിയുന്നില്ല. 2 കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യങ്ങളാണ്. ഞങ്ങൾ ജഡപ്രകാരം ഇനി ആരെയും അറിയുന്നില്ല. ക്രിസ്തുവിനെ ഞങ്ങൾ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അവനെ അങ്ങനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? 3.5 കൊല്ലം ഉപദേശിച്ച് പഠിപ്പിച്ച് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അടയാളങ്ങളും ചെയ്തായിരിക്കുന്ന ക്രിസ്തു എന്റെ പ്രസംഗമേ അല്ല എന്ന്, എന്റെ സുവിശേഷമല്ല എന്ന്. ആ സുവിശേഷമാണ് യെരുശലേമിലെ സഭ പ്രസംഗിക്കുന്നത്. 3.5 കൊല്ലം പഠിപ്പിച്ച, 3.5 കൊല്ലം ഉപദേശിച്ച കർത്താവിന്റെ ഉപദേശങ്ങളും കൽപ്പനകളുമാണ് അവർ പഠിപ്പിക്കുന്നത്. കാരണം അവർക്കുള്ള അന്ത്യനിയോഗം അതാ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിക്കാനാ കർത്താവ് അവർക്ക് അന്ത്യനിയോഗം കൊടുത്തത്. പൗലോസിന് കൊടുത്ത നിയോഗം അതല്ല. ഇത് കണ്ടില്ലേ, രണ്ട് വ്യത്യസ്ത കാര്യമാണെന്ന് ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം ഇതാ. പൗലോസ് പറഞ്ഞത് ആ ജഡപ്രകാരമുള്ള ന്യായപ്രമാണത്തിലെ ക്രിസ്തു എനിക്ക് അറിയുകയില്ല. ഇവിടെ പറയാണ് എന്താണ്, യഹൂദന്മാർ അടയാളം ചോദിക്കുക, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും എങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. നോക്കിയ പൗലോസിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവാണ്. ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗം കേട്ടു നോക്കിക്കേ. അവിടെ ക്രൂശിൽ എന്തെങ്കിലും ഒരു വീണ്ടെടുപ്പ്, ഒരു യാഗമരണം, ഒരു വീണ്ടെടുപ്പ് നടന്നതായിട്ട് പത്രോസ് പ്രസംഗിച്ചോ? ക്രൂശിനെ പത്രോസ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൊലപാതകം ചെയ്ത മരമായിട്ടാ. നിങ്ങൾ അവനെ ക്രൂശിച്ചു കൊന്നു, നിങ്ങൾ അവനെ കൊലപാതകന്മാരാകുന്നു എന്ന് യഹൂദന്മാരെ കുറ്റപ്പെടുത്തുക. പത്രോസിന്റെ കാഴ്ചപ്പാടില് കാൽവരി കുരിശിലെ ക്രിസ്തുവിന്റെ മരണം കൊലപാതകമാണ്. പക്ഷെ പൗലോസ് പറയുന്നത് എന്നറിയാവോ? എനിക്കോ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുതെന്ന. നോക്കിയ രണ്ട് വ്യത്യാസം കണ്ടോ? രണ്ട് സുവിശേഷത്തിന്റെ രണ്ട് കാതലായിരിക്കുന്ന വ്യത്യാസം കണ്ടോ? അടിമുടി മാറുന്നത് കണ്ടോ? ഇതൊന്നും ഇന്നത്തെ ക്രിസ്ത്യൻ ലോകത്തോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതേ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിയേ. 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. എന്ന് പറഞ്ഞാൽ ഞാന് വലിയ പണ്ഡിതനായിട്ടും ജ്ഞാനിയായിട്ടും കഴിവുള്ളവനായിട്ടും ഒന്നും നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നില്ല. പണ്ഡിതനല്ലാങ്ങട്ടല്ല കേട്ടോ. പൗലോസ് മഹാപണ്ഡിതനാ. ഗമാലിയലിന്റെ കാൽഭാഗത്തിലിരുന്ന് ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചവനാ. ഭയങ്കര പണ്ഡിതനാ. പൗലോസ് പറയുന്നത് എന്റെ പാണ്ഡിത്യം വിളമ്പാൻ അല്ല ഞാൻ അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക്, കൊരിന്ത്യരെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ വന്നതേ എന്റെ പാണ്ഡിത്യം വിളമ്പി നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറയുന്ന നോക്കിക്കേ, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. എന്നിട്ട് പൗലോസ് അടുത്ത വാക്യം പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കേ. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. നോക്കിക്കേ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അല്ലാതെ എന്റെ പാണ്ഡിത്യം വിളമ്പാൻ വന്നതല്ല ഞാന്, എന്റെ പരിജ്ഞാനം വിളമ്പാൻ വന്നതല്ല ഞാന്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഇത്രയും കാര്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കാര്യം മനസ്സിലായോ? പൗലോസിന്റെ സുവിശേഷം എന്താന്ന് മനസ്സിലായോ? പൗലോസിന്റെ സുവിശേഷം എന്താ? യെരുശലേമിലെ സഭയുടെ സുവിശേഷമായിട്ട് ചേരാത്തത് എന്താ? യെരുശലേമിലെ സഭയിലെ സുവിശേഷം എന്ന് പറഞ്ഞാല് 3.5 കൊല്ലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതായിരിക്കുന്ന ഉപദേശങ്ങളാണ് അവർ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 3.5 കൊല്ലം അവരുടെ ഇടയിൽ ചെയ്തായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് യേശു അവരുടെ മശികയാണെന്ന് തെളിയിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അവരെ കർത്താവ് എന്ത് പഠിപ്പിച്ചുവോ അതാണ് അവർ പഠിപ്പിക്കേണ്ടത്. അതല്ലാതെ ക്രൂശല്ല അവർ പ്രസംഗിക്കേണ്ടത്. അത് അവർക്ക് തെറ്റുപറ്റിയൊന്നും അല്ല. അവർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ല. അവർക്ക് അതാ ചെയ്യേണ്ടത്.
കർത്താവ് അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഇന്നവനോട് സദൃശൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള ദാസനോട് സമനാകുന്നു എന്ന് പറഞ്ഞ അവരോട് പറഞ്ഞതാണ്, നമ്മളോട് പറഞ്ഞല്ല. ആരോട്? 12 അപ്പോസ്തലന്മാരോട്. കർത്താവിന്റെ വചനം കേട്ട് അനുസരിച്ച് ഉപദേശിക്കാനുള്ളത് അവരുടെ ഉത്തരവാദിത്വം. പൗലോസിന് അതല്ല. പൗലോസ് പറഞ്ഞ ഞങ്ങൾ അറിയുന്നില്ല, ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ഞങ്ങളുടെ സുവിശേഷം എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ ഗലാത്യ സഭയിൽ വേറൊരു സുവിശേഷം പറഞ്ഞു എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ആ വേറൊരു സുവിശേഷം പറഞ്ഞതായിരിക്കുന്ന സുവിശേഷം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ പൗലോസ് അവിടെ പറഞ്ഞ സുവിശേഷം എന്താണെന്ന് മനസ്സിലായാലേ ആ വേറെ സുവിശേഷം മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താ ഗലാത്യ സഭയില്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ലളിതമാക്കി തന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പൗലോസ് പറഞ്ഞ സുവിശേഷം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അതിലൂടെ പാവികളുടെ രക്ഷ, ഇത് മാത്രമാണ് പൗലോസിന്റെ സുവിശേഷം. അതിനോട് എന്തെങ്കിലും ഒന്ന് ചേർത്താൽ, എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞാൽ പൗലോസ് പറയും അത് വേറൊരു സുവിശേഷം, അത് വേറൊരു യേശു എന്ന് തന്നെ പൗലോസ് പറയും. ഒരു മടിയും കൂടാതെ പറയും. ക്രൂശിലെ വിശ്വാസത്താൽ അല്ലാതെ എന്റെ പ്രിയമുള്ളവരെ ഈ കാലത്ത് നമുക്ക് ആർക്കും രക്ഷയില്ല. കാൽവരി കുരിശിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിപൂർണ പരിഹാരം വന്നു. വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിരിക്കുന്ന രക്ഷ. എന്നിട്ട് അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. വീണ്ടും നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുന്നു. നമ്മൾ വായിച്ചായിരിക്കുന്ന 10 വരെയുള്ള വാക്യം, അത് നിങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സംസാരിക്കപ്പെട്ടതായിരിക്കുന്ന ഗലാത്യ സഭയിലെ തെറ്റുപഠിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ആ തെറ്റായ സുവിശേഷം, വേറൊരു സുവിശേഷം എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഗലാത്യ ലേഖനത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണേ. ദൈവം നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ശ്രദ്ധയും തുറക്കും, നിങ്ങളുടെ ബുദ്ധി തെളിയട്ടെ, കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. ഞാൻ അത്രയും ആഗ്രഹിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അത്രത്തോളം ഞാൻ വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് വേറൊരു സുവിശേഷം? ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ ഗലാത്യ ലേഖനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. പൗലോസ് പറയുന്നുണ്ട് വേറെ സുവിശേഷം ഏതാണെന്ന്. ഓക്കെ, ഗലാത്യ ആദ്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിന്റെ 16 മുതലുള്ളായിരിക്കുന്ന വാക്യം. ആ വേറെ സുവിശേഷം ഏതാണെന്ന് നമുക്ക് കണ്ടെത്താം. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ഇപ്പൊ മനസ്സിലായോ വേറെ സുവിശേഷം ഏതാന്ന്? എന്താ പറഞ്ഞത്? എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയും ഈ കുരിശിലെ വിശ്വാസത്തിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളിലെ ചിലരെങ്കിലും ഈ നാളുകളില് ഒരു വലിയ വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. 800 പേരുള്ളായിരിക്കുന്ന നദീഷ് ബ്രദറിന്റെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. അതിനകത്ത് പങ്കെടുക്കുന്നവരെ ഉണ്ടാകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് അവിടെ നടക്കുന്ന ഈ നാളുകളിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അവിടെ നടക്കുന്ന ചർച്ച സ്നാനം എന്നുള്ള വിഷയമാണ്. സ്നാനം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണോ എന്ന നദീഷ് ബ്രദറിന്റെ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി വലിയ തർക്കങ്ങളും വാദങ്ങളുമാണ് അവിടെ നടക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ ജലസ്നാനം പോലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. അറിയാമോ? ജലസ്നാനം പോലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ ഇവിടെ ഈ വാക്യത്തിലേക്ക് വരിക, എന്നെ ശ്രദ്ധിക്കുക. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ അല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ഗലാത്യരെ മറച്ചു കളഞ്ഞത് വിശേഷത ന്യായപ്രമാണം അടിയുന്നതാ. ഇനി താഴേക്ക് നോക്കിയേ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. നോക്കിയേ, 16-ാം വാക്യത്തിന്റെ അവസാന വാക്കാ ഞാൻ വായിച്ചേ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയിൽ
നാമും പാപികൾ എന്ന് വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ? ഒരു നാളുമല്ല. ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടായിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നീതീകരണം അന്വേഷിക്കുകയാണെങ്കിലേ അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം എനിക്ക് നിത്യജീവൻ കിട്ടിയില്ല, അതുകൊണ്ട് മാത്രം എനിക്ക് രക്ഷയില്ല, ഞാനും എൻ്റെ വകയായിട്ട് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്കുള്ള തിരിച്ചുപോക്ക്. അവിടെ പറഞ്ഞ കേട്ടോ, എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയിൽ നാമും പാപികൾ എന്ന് വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ? ഒരു നാളുമല്ല. 18-ാം വാക്യം നാം വായിക്കുന്നത്, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. എന്താണ് പൗലോസ് പൊളിച്ചത്? പൗലോസ് പൊളിച്ചത് തൻ്റെ ജീവിതത്തിലെ ന്യായപ്രമാണമാണ് പൊളിച്ചത്. തൻ്റെ ജീവിതത്തിലെ ന്യായപ്രമാണത്തോടുള്ള ബന്ധമാണ് പൊളിച്ചത്. ആ ബന്ധം ഉപേക്ഷിച്ചവനായിരിക്കുന്ന, തള്ളിക്കളഞ്ഞവനായിരിക്കുന്ന, പൊളിച്ചു കളഞ്ഞവനായിരിക്കുന്ന പൗലോസ് വീണ്ടും തിരിഞ്ഞ് ആ ന്യായപ്രമാണത്തിലേക്ക് വീണ്ടും അടിപ്പെടുന്നു എങ്കിൽ, ഞാൻ ആ പൊളിച്ചത് വീണ്ടും പണിയുന്നുവെങ്കിൽ ഞാൻ അതിക്രമക്കാരനാകുകയില്ലയോ? ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയായല്ലോ. പൗലോസോടെ പറയാണ്, ന്യായപ്രമാണ സംബന്ധമായി ക്രിസ്തു യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരുത്തൻ മരിച്ചു, അവൻ അവസ്ഥ അസ്തമിച്ചു. മരിച്ച ശവത്തിന് പിന്നെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് പ്രവൃത്തികളാണ്. അത് ജഡത്തിൽ ചെയ്യേണ്ടതാണ്. ആ ചെയ്യണമെങ്കിൽ ജീവൻ വേണ്ടേ? ശവത്തിന് പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമോ? ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നേ ഉള്ളൂ. ന്യായപ്രമാണത്തിന് പ്രവൃത്തികളാണ് അടിസ്ഥാനമായിട്ടുള്ളത്. പ്രവൃത്തി ചെയ്യണമെങ്കിൽ ജീവൻ വേണം. ജീവനില്ലാതെ മരിച്ചുപോയ ഒരുത്തിന് എങ്ങനെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റും? പൗലോസ് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്രേ. അവൻ മരിച്ച വ്യക്തിയാണ്. ക്രിസ്തുവിൽ ഒരുത്തൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ ജഡസംബന്ധമായി അല്ലെങ്കിൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ച വ്യക്തിയാണ്. ന്യായപ്രമാണത്തിന് പ്രവൃത്തികളാണ് ആധാരം. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല അടിസ്ഥാനം. അപ്പൊ ആ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് ഞാൻ വീണ്ടും തിരിഞ്ഞ് അടിമപ്പെടുന്നു എങ്കിൽ ഞാൻ പൊളിച്ചത് വീണ്ടും പണിയുന്നവനായി തീരുമെന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാകുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയല്ലോ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. എന്താണ് പൗലോസ് അപ്പോസ്തലൻ ഉപദേശിച്ചായിരിക്കുന്ന ഗലാത്യ സഭയില് വേറൊരു സുവിശേഷം കടന്നു വന്നു എന്ന് പറഞ്ഞാൽ ആ വേറൊരു സുവിശേഷം എന്താണെന്ന് മനസ്സിലായില്ലേ? ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം അടിസ്ഥാനപ്പെടുത്തി വീണ്ടും മോശയുടെ ന്യായപ്രമാണത്തിലൂടെ രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവരോട് അത് വേറൊരു സുവിശേഷം. ആ സുവിശേഷം മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നതാണ്. അങ്ങനെ സുവിശേഷിക്കുന്നവർ, അങ്ങനെ നിങ്ങളെ ചതിച്ചു കളയുന്നവർ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. അവര് ശിക്ഷാപാത്രരാണ്, യോഗ്യരാണ് എന്ന് പറയുകയാണ്. നോക്കിയ ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചതാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. എന്ന് പറഞ്ഞാല് വേറെ ഒരു രക്ഷയുടെയും വഴിയല്ല പൗലോസ് ഗലാത്യ സഭയിൽ തുറന്നു കൊടുത്തത്. ക്രൂശിൽ തൂങ്ങി മരിച്ച യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ചിത്രം മാത്രമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ ഗലാത്യർക്ക്. അല്ലാതെ ന്യായപ്രമാണത്തിന്റെ യാതൊരു പ്രവൃത്തിയും അവർ കൊടുത്തിട്ടില്ല. ആ ക്രൂശിക്കപ്പെടുവാനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങൾ മന്ത്രവാദം ചെയ്ത് മയക്കിയതാർ, ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ എന്ന് ചോദിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞുപോയ ഈ പറയുന്ന ഗലാത്യയിലെ വിശ്വാസികൾ
ക്ഷുദ്രത്തിൽ വീണുപോയി എന്ന പൗലോസ് പറയുന്നത്, മന്ത്രവാദത്തിൽ വീണുപോയി എന്ന്, ചതിക്കപ്പെട്ടു പോയി എന്ന് പറയുന്നത്. എന്നിട്ട് താഴെ പറയാണ്, ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? എന്തൊരു വാക്കുകൾ ഉപയോഗിക്കുന്നത് നോക്കണം. അവിടെ ചോദിക്കുകയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ടാണോ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത്, പരിശുദ്ധാത്മാവ് ലഭിച്ചത്? ആദ്യം നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടിട്ടാണോ അത് ലഭിച്ചത്? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിപ്പിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്ര എന്ന് വരികിൽ, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. എത്ര വ്യക്തമായിട്ടാ ചോദിക്കുന്നത്. നോക്കിയേ, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരാണോ? ആത്മാവ് കൊണ്ടല്ലേ നിങ്ങൾ ആരംഭിച്ചത്. ഗലാത്യയിലെ സഭയ്ക്ക് എന്ത് ന്യായപ്രമാണം അറിയാം, എന്ത് മോശ അറിയാം, ഏത് മോശയുടെ ഉപദേശം അറിയാം, എന്ത് അബ്രഹാമിനെ അറിയാം, എന്ത് ഇസഹാക്കിനെ അറിയാം, ഏത് ഗോത്രപിതാക്കന്മാരെ അറിയാം. ഒരു ന്യായപ്രമാണം അറിയില്ല, യഹൂദന്മാരുടെ ഒരു രീതികളും അറിയില്ല. ഇവിടെ പൗലോസ് പോയി സുവിശേഷം പറഞ്ഞ കാൽവരി കുരിശിലെ യാഗമരണത്തിൽ, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്നവന്റെ രക്ഷ സൗജന്യമായി ലഭിക്കുന്ന രക്ഷയെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ അവർക്ക് ആത്മാവിനെ ലഭിച്ചു. നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചതായിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ വിട്ടിട്ട് നിങ്ങൾ ഇത്ര വേഗം ജഡത്തിലേക്ക്, നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞുകൊണ്ടത് എന്താണ്? ഇത്രയെല്ലാം നിങ്ങൾ വെറുതെ അനുഭവിച്ചു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്ത പലരുമില്ലേ? അവരുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്തവരുണ്ടാകാം ആത്മശക്തിയാല്. അപ്പൊ വീര്യപ്രവൃത്തികൾ ചെയ്തവർ പലരും ഉണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ. അവരൊക്കെ ആ വീര്യപ്രവൃത്തികൾ ചെയ്തത് അവരെങ്ങനെ ചെയ്തത്? നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത് എന്ന് വ്യക്തമായി ചോദിക്കുകയാണ്. അപ്പൊ അവിടെ എന്തായിരുന്നു ദുരുപദേശം കടന്നു വന്നത്? ഏതൊരു പ്രശ്നമാണ് അവിടെ കടന്നു വന്നത്? ഇത്രമാത്രം കോപത്തോടു കൂടെ, ഇത്രമാത്രം ഭീകരതയോടുകൂടെ, അല്ലെങ്കിൽ എന്താ പറയാ, ഇത്രമാത്രം വിഷമത്തോടു കൂടെ പൗലോസ് ഈ ലേഖനം എഴുതണമെങ്കിൽ, പൗലോസ് പറയുന്ന കൃപയുടെ സുവിശേഷത്തിലേക്ക് ഒരു സ്വല്പമെങ്കിലും ന്യായപ്രമാണത്തിന്റെ ഏതെങ്കിലും പോയിന്റുകൾ കടന്നു വന്നാൽ അത് പൗലോസിനെ സഹിക്കുകയില്ല. അതുകൊണ്ട് അത്ര കോപകുലനായി തീർന്നതെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. അല്ലാതെ നമുക്ക് ഈ ഗലാത്യ ലേഖനം പഠിക്കാനായിട്ട് സാധ്യമല്ല. അതിന്റെ 10-ാം വാക്യം നോക്കിയേ. 10-ാം വാക്യം, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് സ്പഷ്ടം. അപ്പൊ ഇവിടെ പറയണേ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന്റെ കീഴിലാവുന്നു. ഞാനിത് പറയുമ്പോൾ സാധാരണ ക്രിസ്തീയ ലോകത്തിലുള്ളായിരിക്കുന്ന ആളുകൾ പറയും, ഞങ്ങളാരും ന്യായപ്രമാണമൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ മോശം കൊടുത്ത ന്യായപ്രമാണമൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായിരിക്കുന്ന രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. പല കാര്യങ്ങളും. അത് എന്തൊക്കെയാ പറയാ? നിങ്ങൾ ഉപവാസം നോക്കുന്നുണ്ടോ? നിങ്ങൾ ഉപവസിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നാനമേൽക്കുന്നുണ്ടോ? നിങ്ങൾ രക്ഷയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഈ ചെയ്യുന്നതെല്ലാം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. നിങ്ങളിത് വായിക്കുമ്പോൾ പറയോ, ഞങ്ങൾ പരിച്ഛേദനയേൽക്കുന്നില്ല, ഞങ്ങള് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, യാഗം അർപ്പിക്കുന്നില്ല, യെരൂശലേം ദേവാലയത്തിൽ പോകുന്നില്ല, അവിടുത്തെ പരിപാടികളിലൊന്നും ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ന്യായപ്രമാണം ആചരിക്കുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ ഈ പൗലോസ് പറയുന്ന ഈ കുറ്റാരോപണത്തിനൊന്നും ഞങ്ങൾ വിധേയരല്ല എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കേ, നിങ്ങൾ എന്തെല്ലാം ചെയ്തു? ഞാനും ചെയ്ത ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതായിരിക്കുന്ന ഉപവാസവും നോമ്പും ഇതൊക്കെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. ഈ സ്നാനം എന്ന് പറയുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. എന്റെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ യാഗ മരണം മാത്രം പോരാ എനിക്ക്, എന്റെ രക്ഷയ്ക്കായിട്ട് ഞാനും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് ചെന്ന് വീഴുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ യാഗം അർപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ പരിശോധനയാറ്റോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല വിഷയം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിശോധന കഴിപ്പിക്കുന്നില്ല, അതെവിടുന്നാണ് നിങ്ങൾക്ക് ആ ഉപദേശം കിട്ടിയത്? നിങ്ങൾ സ്നാനമൊക്കെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ, അല്ല? സ്നാനമൊക്കെ എല്ലാവരും ഏറ്റെങ്കിലും രക്ഷയുള്ളൂ എന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിശോധന കഴിപ്പിക്കുന്നില്ല എന്ന് വീര്യവാദം പറയും. ആര് പറഞ്ഞിട്ടാ? പത്രോസ് പറഞ്ഞിട്ടാ? അല്ല 12 അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടാ? അല്ല കർത്താവായി യേശുക്രിസ്തു പറഞ്ഞിട്ടാ? കർത്താവായി യേശുക്രിസ്തു പറഞ്ഞിട്ടോ നിങ്ങളുടെ മക്കളെ പരിശോധന കഴിപ്പിക്കരുതെന്ന്? 12 അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടോ നിങ്ങളുടെ മക്കളെ പരിശോധന കഴിപ്പിക്കരുതെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞത് പരിശോധന കഴിപ്പിക്കരുതെന്ന്?
അത് കണ്ടെത്തണമെങ്കിൽ പൗലോസിന്റെ ലേഖനത്തിൽ വരണ്ടേ? നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ലാഭവും ഇല്ല എന്ന് പറഞ്ഞ് പൗലോസിന്റെ ആ ഒരു വാക്ക് മാത്രം എടുക്കും. വേണ്ട, വെറുതെ പിള്ളേരെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പരിച്ഛേദന അങ്ങ് ഒഴിവാക്കും. എന്ന വാക്യ ന്യായപ്രമാണത്തിന്റെ സകല പ്രവൃത്തിയിലേക്ക് നിങ്ങൾ പോയി കുടുങ്ങും. ഞാനും അങ്ങനെ കുടുങ്ങിക്കിടന്നവനാണെന്നേ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ അറിയാതെങ്കിലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നു. ഈ ന്യായപ്രമാണത്തിന്റെ ഉപദേശമാണ് വേറൊരു ഉപദേശം, വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു സന്ദേശം എന്ന് പറയുന്നത്. അത് പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അത് ചെയ്യുന്നവന് ശപിക്കപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ നോക്ക്, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണോ? അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് ഞാനും പറയുന്നത്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന്റെ കീഴിലാവുന്നു. ശപിക്കപ്പെട്ടവൻ ശാപത്തിന്റെ കീഴിലാവുന്നു എന്നാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. ഈ ഗലാത്യ ലേഖനം തന്നെ, ഗലാത്യയിലെ വേറൊരു സുവിശേഷം എന്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഒരു പോയിന്റും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗലാത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളായിരിക്കുന്ന വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനോവത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയെന്ന്? ഇതൊക്കെ എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട് ആൾക്കാർ. എന്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയെന്ന്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനോവത്തിൽ പിന്നെയും കുടുങ്ങിപ്പോരുത്, ന്യായപ്രമാണത്തിൽ പിന്നെയും കുടുങ്ങിപ്പോരുത്. എന്നിട്ട് താഴേക്ക് പറയാ, നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ഒരു കാര്യത്തിൽ ക്രിസ്ത്യാനികൾ അഭിമാനിക്കും കേട്ടോ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പരിച്ഛേദന ഒന്നും കഴിപ്പിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളതാണ്. ഈ ഒരൊറ്റ കാര്യത്തിലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ ന്യായപ്രമാണം അനുസരിക്കാതിരിക്കുന്നത്. മറ്റെല്ലാത്തിലും ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ട്. ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ്. പരിച്ഛേദന കേൾക്കുന്നില്ല, സമ്മതിച്ചു. പരിച്ഛേദന വേണ്ട. ഈ ഒരൊറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിച്ഛേദന വേണ്ടാന്ന് വെച്ചത്. അല്ലാതെ പത്രോസ് പറഞ്ഞിട്ടില്ല. പത്രോസിന്റെ കൂടെയുള്ളവരും അവരുടെ മക്കളെ പരിച്ഛേദന കഴിപ്പിക്കുന്നവരായിരുന്നു. AD 58 ആയപ്പോഴും അവര് മക്കളെ പരിച്ഛേദന കഴിപ്പിക്കുന്നവരായിരുന്നു യെരുശലേമിലെ സഭ. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, 21, 22 വാക്യം വായിച്ചു നോക്കിയേ. നീ പൗലോസിനോട് പറയുക, നീ നമ്മുടെ മര്യാദ പ്രകാരം നമ്മുടെ മക്കളെ പരിച്ഛേദന കഴിപ്പിക്കരുതെന്ന് ജാതികളുടെ സകല സഭയിലും പറയുന്നു എന്ന് യെരുശലേമിലെ സഭയിലുള്ളവർ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താവുന്നു വേണ്ടത്? പത്രോസിന്റെ കൂടെയുള്ളവരെല്ലാവരും തന്നെ മക്കളെ പരിച്ഛേദന കഴിപ്പിക്കുന്നവരാ. അപ്പൊ നിങ്ങൾക്ക് ഈ പരിച്ഛേദന കഴിക്കണ്ടെന്നുള്ള ഉപദേശം എവിടുന്ന കിട്ടിയേ? പത്രോസ് പറഞ്ഞാണോ? കർത്താവ് പറഞ്ഞാണോ? കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുന്നത് കൃത്യമായി പരിച്ഛേദന കഴിപ്പിച്ചോളണം. കർത്താവ് പറഞ്ഞാണ് നിങ്ങളുടെ ഉപദേശമെങ്കിൽ പരിച്ഛേദന ഏറ്റേ പറ്റൂ. പത്രോസ് പറയുന്നതാണ് നിങ്ങളുടെ ഉപദേശമെങ്കിൽ പരിച്ഛേദന ഏറ്റേ പറ്റൂ. ഒരു സംശയവുമില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അപ്പൊ ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷിയിരിക്കുന്നു. പരിച്ഛേദന ഏൽക്കുന്നവനെ ന്യായപ്രമാണത്തിന്റെ എല്ലാ പ്രവൃത്തികളും ഏൽപ്പാൻ വിധേയപ്പെട്ടവനാണ്. പിന്നെയും പറയാം, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ന്യായപ്രമാണത്തിന്റെ ഏതൊരു പ്രവൃത്തിയിൽ നിങ്ങൾ ആശ്രയിച്ചാലും, അതാ ഞാൻ ചുരുക്കം പറഞ്ഞ്, സ്നാനം പോലും എൻ്റെ രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഞാൻ പച്ച മലയാളത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് വേറുവിട്ടുപോയി. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പൗലോസ് ചിലരെ സ്നാനപ്പെടുത്തിയില്ലെന്ന്. സ്നാനപ്പെടുത്തി. അന്ന് പൗലോസ് ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് കൃപയുടെ സുവിശേഷം മുഴുവനായിട്ട് വെളിപ്പെട്ട് വന്നപ്പോൾ പൗലോസ് പറഞ്ഞെന്തറിയാവോ? എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത്. എന്നെ അയച്ചത്. വ്യത്യാസം വന്നാണ്ടോ? അപ്പൊ ഏതൊരു കാര്യം നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളത് ചെയ്താലും നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. ന്യായപ്രമാണത്തിൽ നീതീകരിക്കപ്പെടുവാൻ നിശ്ചയിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അതൊന്നും കൃപയുടെ പ്രവൃത്തിയല്ല. കൃപ എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ സൗജന്യമായി തരുന്ന ദൈവത്തിന്റെ രക്ഷയാണ് ഈ കൃപ. ദാനമാണത്. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, ചർമ്മവുമല്ല, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു. സത്യം അനുസരിക്കാതെ നിങ്ങളെ തടുത്തു കളഞ്ഞത് ആര്? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തി അല്ല. ആസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു.
നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി അഭിപ്രായ വ്യത്യാസം വരികയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിങ്ങളെ വഞ്ചിച്ച യെരുശലേം സഭയിലെ ആ വിശ്വാസികളുടെ ആ യെരുശലേം സഭയിൽ നിന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ദുരുപദേശകന്മാരുടെ വലയില് ഇനി നിങ്ങൾ വീഴുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്നിട്ട് അത് പറയാണ്, എന്നാൽ നിങ്ങളെ കലക്കി കളയുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. നോക്കിയേ, എത്ര ശക്തമാണ് ആ വാക്ക്. നിങ്ങളെ ന്യായപ്രമാണത്തിന്റെ ഉപദേശത്തിലേക്ക് കൊണ്ടുപോയി കലക്കി കളയുന്നവൻ ആരാണെങ്കിലും അവൻ ശിക്ഷാവിധി ചുമക്കും. യെരുശലേമിലെ സഭയിലുള്ള 12 അപ്പോസ്തലന്മാരുടെ കൂടെയുള്ള ശിഷ്യന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ ശിക്ഷാവിധി ചുമക്കും എന്ന് പറഞ്ഞിട്ട് താഴെ പറയാണ്, ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എങ്കിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. പൗലോസ് പറയുന്ന വാക്ക് കേട്ടോ. ഞാൻ ഇപ്പോഴും പരിച്ഛേദനയാണ്, ന്യായപ്രമാണമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഞാൻ എന്തിനാ ഈ തല്ലും കല്ലേറും അടിയും ഈ മൃഗയുദ്ധവും ഈ കഷ്ടപ്പാട് ഞാൻ സഹിക്കുന്നത്? കുരിശിന്റെ ഇടർച്ചയെ നീങ്ങിപ്പോയില്ലേ? കാരണം ന്യായപ്രമാണം ഉപദേശിക്കുകയാണെങ്കിൽ എന്നെ ഒരു യഹൂദനും കൈകാര്യം ചെയ്യില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. പൗലോസ് അതാ പറയുന്നത്, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ന്യായപ്രമാണം ഉപദേശിക്കുന്നെങ്കിൽ. ഇവിടെ പറയാണ്, ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നുവെങ്കിൽ എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ കുരിശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. കുരിശ് മാത്രമേ ഉള്ള രക്ഷയ്ക്ക് ആധാരമെന്ന് പൗലോസ് പ്രസംഗിക്കുന്നതുകൊണ്ടാണ് പേപ്പട്ടിയെ പോലെ ഓടി നടന്ന പൗലോസിനെ യഹൂദന്മാർ കല്ലെറിയുന്നത്, യഹൂദന്മാർ അടിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? പൗലോസ് പറയാണ്, ഞാൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് ഈ ഇടർച്ചയ്ക്ക് ആവശ്യമില്ല, ഞാൻ ഈ കഷ്ടം സഹിക്കേണ്ട ആവശ്യമില്ല, ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ എന്ന്. എന്നിട്ട് പിന്നെ പറയാണ്, നിങ്ങളെ കലയിപ്പിക്കുന്നവർ ആരായാലും നിങ്ങളെ കലയിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. നിങ്ങളെ കലയിപ്പിക്കുന്നവർ അവരുടെ നാവ് മുറിച്ചു കളഞ്ഞാൽ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു എന്ന്. ഇപ്പൊ മനസ്സിലായോ വേറൊരു സുവിശേഷം എന്താന്ന്? ഗലാത്യ സഭയിൽ പറയപ്പെട്ട വേറെ സുവിശേഷം എന്താന്ന്? ആരാ പറഞ്ഞെന്ന് മനസ്സിലായോ? പറഞ്ഞതാരാണ്? പറഞ്ഞത് യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ കൂടെ ഉള്ളായിരിക്കുന്ന ആളുകൾ. വേറൊരു സുവിശേഷം എന്താണ്? മോശയുടെ ന്യായപ്രമാണം കൂടെ രക്ഷയ്ക്ക് വേണ്ടി കൂട്ടിച്ചേർക്കണം. ഇങ്ങനെ പറഞ്ഞ് കലയിപ്പിച്ചവരാണ് ശപിക്കപ്പെട്ടവരെന്ന് പൗലോസ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഞാൻ ഈ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ വാക്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് പൗലോസിന്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്തതിന് ആദ്യം പൗലോസ് ഖണ്ഡിച്ചു. ഞാൻ ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ വേറൊരു സുവിശേഷത്തിന്റെ കീഴിലേക്ക് മറഞ്ഞു എന്ന് പറഞ്ഞു. ആ സുവിശേഷം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് യെരുശലേം സഭയിൽ നിന്ന് വന്നായിരിക്കുന്ന ന്യായപ്രമാണ വിശ്വാസികളായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ പറഞ്ഞ ഉപദേശമാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയായ സുവിശേഷം എന്താണെന്ന് ഞാൻ പറഞ്ഞു. പൗലോസ് പറയുന്ന ശരിയായ സുവിശേഷം എന്താണ്? കാൽവരിയിലെ കുരിശിലെ യാഗമരണത്തിലുള്ള വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്ക് ആധാരം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഗലാത്യ ലേഖനം അതിന് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ബുധനാഴ്ച ഇതേ സൂം മീറ്റിങ്ങില് 11 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കർത്താവ് നിങ്ങളെ അവരെയും സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.